ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മനോജ് ജോൺസന്റെ ക്ലാസ്സുകളാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഡയറ്റ് ചാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡില് എന്തുമാത്രം ഗ്ലൂക്കോസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാനായിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് വിഷയം ഷുഗർ അല്ല, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പോഷകമാണ്. ഈ ഗ്ലൂക്കോസ് 100% ഉള്ളതാണ് പഞ്ചസാര, ശർക്കര, കരിപ്പെട്ടി, തേൻ, കൽക്കണ്ടം, ഈ സാധനങ്ങളിലുണ്ട്. ചില പറയാറില്ലേ പഞ്ചസാരയാണ് മോശം, ശർക്കര നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതിനകത്ത് ശരിയാണ്, സാധാരണ ആളുകൾക്ക് അത് ഓക്കെയാണ്. പക്ഷേ ഒരു പ്രമേഹം ഉള്ളവരാൾക്ക് ഗ്ലൂക്കോസ് ആണ് വിഷയം. അത് ശർക്കരയിൽ 100%, പഞ്ചസാരയിൽ 100%. ശർക്കരയിൽ മറ്റു പോഷകങ്ങൾ കുറച്ചൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോ 100% ഉള്ള സാധനമാണല്ലോ, അതുകൊണ്ട് അത് എന്തായാലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഈ പറയുന്ന പ്രമേഹം എന്ന് മാത്രം പറയരുത് കേട്ടോ, അതാണ് ഞാൻ അതിനൊരു പ്ലാൻ ചെയ്തത്. ആദ്യം ഫാറ്റ് ലിവർ തുടങ്ങും, അത് കഴിഞ്ഞേച്ച് ശരീരഭാരം കൂടും, അത് കഴിഞ്ഞേച്ച് ഒരു 60% സ്ത്രീകളിൽ തൈറോയിഡിന് ബുദ്ധിമുട്ടുള്ള തുടങ്ങും, യൂട്രസിലെ മുഴ തുടങ്ങും. പിന്നെ പുരുഷന്മാരും സ്ത്രീകളിലും അടുത്ത വരുന്ന സാധനമാണ് പ്രമേഹം. പിന്നെ രക്തക്കൊഴലിന് ബ്ലോക്ക്. ഇത്രയും സാധനം വരും. അല്ലാതെ പ്രമേഹത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പ്രമേഹത്തിന്റെ 10-20 കൊല്ലം മുമ്പ് ഫാറ്റ് ലിവർ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് തൈറോയിഡിന്റെ കാര്യം കയറി വരും. പുരുഷന്മാരുടെ പ്രത്യേകത ഫാറ്റ് ലിവർ, വെയിറ്റ് കൂടുതൽ, പ്രമേഹം, ബ്ലോക്ക്, ഇങ്ങനെയാണ്. സ്ത്രീകളിൽ ഫാറ്റ് ലിവർ, തൈറോയിഡ്, യൂട്രസിലെ മുഴ, പ്രമേഹം, ബ്ലോക്ക്, ഇങ്ങനെയാണ് സ്ത്രീകളിൽ. അല്ലാതെ ഒരെണ്ണമായിട്ട് വരത്തില്ല. യൂട്രസിൽ മുഴയുണ്ടോ, മുഴ എടുത്ത് മാറ്റി 5 കൊല്ലം കൊണ്ട് ഷുഗർ ഗ്യാരണ്ടി. മാറ്റിയാൽ മാറ്റിയില്ലായിരിക്കില്ല കേട്ടോ, കാരണം അതിന് തൊട്ട് മുമ്പത്തെ സാധനം വരും. എന്ന് വെച്ചാൽ ഒരൊറ്റ ഗ്ലൂക്കോസ് ആണ് ബോഡിയിലേക്ക് കയറുമ്പം ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ കൂടും. ഈ ഇൻസുലിൻ ആണ് പല സ്ഥലങ്ങളിലും ഫാറ്റ് നിറച്ച് മുഴകൾ ഉണ്ടാക്കി, തടിപ്പുണ്ടാക്കി, ലിവറിനകത്ത് കൊഴുപ്പ് നിറച്ച് ഒക്കെ, രക്തക്കൊഴലിൽ കൊഴുപ്പ് നിറച്ച് ഒക്കെ വെക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹം എന്ന് പറയുന്നത് ഒരു 80% ഡാമേജ് ആകുമ്പോൾ വരുന്ന ഒരു രോഗാവസ്ഥയാണ്, അല്ലാതെ പ്രമേഹമല്ല മെയിൻ പ്രശ്നം. അത് ശരീരം 80% ഡാമേജ് ആകുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് ആണ്. അപ്പോ 80% ഗ്ലൂക്കോസ് ഉള്ളത് ഏത്തപ്പഴം, ചക്കപ്പഴം, മാങ്ങാപ്പഴം, പഴമാണ് പഴം. പിന്നെ കപ്പ, ചേമ്പ്, ചേന, കാച്ചില് സാധനങ്ങളൊന്നും ഒരു 80% ഗ്ലൂക്കോസ്. 75% ഗ്ലൂക്കോസ് അരി, 74% ഗ്ലൂക്കോസ് ഗോതമ്പ്. ചില പറയാറില്ലേ ഷുഗർ വന്നു, ഞാൻ ചോറ് നിർത്തി ചപ്പാത്തിയാക്കി, ലിവർ അടിച്ചുപോയി, ഞാൻ ബ്രാൻഡി നിർത്തി വിസ്കിയാക്കി. ഒരേ സാധനം. ഞാൻ പിന്നെ ചോറ് തന്നെ കഴിച്ചാൽ പോരെ, എന്തിനാ ചപ്പാത്തി കഴിച്ച് വിലക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്, ചോറ് കഴിക്കും, അളവ് കുറച്ചാൽ മതി. ചപ്പാത്തി 2 കഴിക്കുന്നതിനെക്കാട്ടും ചോറ് ഒരു തവണ കഴിക്കുന്നതാണ്. എല്ലാം കണക്കാണ്. പിന്നെ മില്ലറ്റുകൾ കേട്ടിട്ടില്ല, മില്ലറ്റ്, റാഗി, പിന്നെ ചാമ എന്ന് പറഞ്ഞു 72%. 74% ഗോതമ്പ്, 75% അരി, 72% മില്ലറ്റ്. ഇനി ചിലർ ഇഷ്ടമില്ലാതെ കഴിക്കുന്ന ഒരു സാധനമുണ്ട്, ഓട്സ്, 70%. മനസ്സിലായി? ഈ ഓട്സും ഈ മില്ലറ്റും ഈ ഗോതമ്പും ഈ അരിയും ഏകദേശം 70 തൊട്ട് 75% കിടക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് മാറ്റി വെച്ച് ഇത് കഴിച്ചു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാം ഒരേ ട്രാക്കിലാണ്. എന്ത് വേണമെങ്കിലും കഴിച്ചോ, അളവ് കുറച്ചെടുത്താൽ മതി. ഇനി വേറൊരു കാര്യം, 60% ഗ്ലൂക്കോസ് ഉണ്ട്. ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന്, പരിപ്പ് സാധനങ്ങളൊക്കെ 60% ഗ്ലൂക്കോസ് ഉള്ളത്. പാല് 60% ഗ്ലൂക്കോസ് ഉള്ളത്. ഇനി വരുന്നത് ഒരു 50% ഗ്ലൂക്കോസ് ഉള്ളത് ഈ പറയുന്ന പഴവർഗ്ഗങ്ങള്, ഓറഞ്ച്, കുസുപ്പി, ആപ്പിൾ, പേരയ്ക്ക, ഈ സാധനങ്ങളൊക്കെ. 80% വരുന്നത് ഏത്തപ്പഴം, ചക്കപ്പഴം, മാങ്ങപ്പഴം, സപ്പോട്ട, മുന്തിരി,
നല്ല മധുരമുള്ള സാധനങ്ങളല്ലേ എല്ലാം 80% കിടക്കുന്നത്. പിന്നെ ഇവിടെ കുറെ പഴങ്ങളുണ്ട്, എനിക്കത് അറിയില്ല, ചോദിച്ചിട്ടാലും പിന്നെ അത് കാണില്ല. പിന്നെ ഉള്ളത് 60% മനസ്സിലായല്ലോ, 50% മനസ്സിലായി. ഇനി ഇത്രയും സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥിര ഭക്ഷണം അല്ലേ, സ്ഥിര ഭക്ഷണം. ഇനിയും ജിനു ചോദിച്ച മെയിൻ രണ്ടാമതൊരു ചോദ്യം വരാം, ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? അളവ് കുറച്ചാണെങ്കിലും നമുക്ക് തന്നെ ഈ 60% മുകളിലോട്ടുള്ള സാധനത്തിന് അളവ് കുറച്ചേ പറ്റൂ. അത് പ്രമേഹം ഉള്ളവർക്കല്ല, നോർമൽ ആളുകൾ. 20 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാണ് ഇത്. കാരണം ഇവർക്ക് പൊക്കം വെക്കത്തില്ല, പിന്നെ വണ്ണമേ വെക്കത്തുള്ളൂ. വണ്ണം വെച്ചവര് രക്ഷപ്പെട്ടു, കാരണം വയറ് ചാടിയവരല്ല, ടോട്ടലി വണ്ണം വെച്ചത്. വയറ് ചാടിയവർക്ക് പണി കിട്ടും. ടോട്ടലി വണ്ണം വെച്ചവരെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എല്ലായിടത്തും കൊഴിപ്പടിഞ്ഞു. അതുകൊണ്ട് ഓക്കെ, ഈ വണ്ണം വെക്കാത്തവര് ഈ പഴയ രീതിയിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്കാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്, അവർക്കാണ് രക്തക്കൊഴിനുള്ളിൽ കൊഴിപ്പടിഞ്ഞു. എന്നുവെച്ചാൽ കൊഴുപ്പ് എന്തായാലും ചിലത് കാണാറില്ലേ, വണ്ണം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരിങ്ങനെ വലിച്ചു വരുത്തിനും. ചിലരൊക്കെ എന്താ പറയാ ഐസ്ക്രീം ഒക്കെ 2-3 ഒക്കെ കഴിക്കും, എനിക്ക് വേണമല്ലോ എന്ന് പറയുന്നത്. സ്ത്രീകളാണെങ്കിൽ അവർക്ക് യൂട്രസിന് മുഴ അല്ലെങ്കിൽ PCOD ഗ്യാരണ്ടി, കാരണം അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് സ്കിന്നിന്റെ താഴെ അല്ല, അവരുടേത് ഹോർമോണൽ വേരിയേഷൻ വന്നേച്ച് ഉള്ളില് മുഴയായിട്ട് തടിപ്പായിട്ട് എല്ലാം കിടക്കും. ബ്രസ്റ്റിലെ മുഴ വണ്ണം കുറവുള്ളവർക്ക് കൂടുതൽ, യൂട്രസിലെ മുഴ വണ്ണം കുറവുള്ളവർക്ക് കൂടുതലായിട്ട് വരും. എന്നുവെച്ചാൽ ഇവരുടെ വിചാരം ഞാൻ എത്ര കഴിച്ചാലും എന്റെ ശരീരത്തിൽ പിടിക്കുന്നില്ല, പിടിക്കുന്നുണ്ട്, അവയവത്തിനുള്ളിലാണ് കയറി. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ കഴിക്കേണ്ടത്? സിമ്പിൾ കാര്യം, ഞാൻ ഈ പറയുന്നത് ആർക്കൊക്കെ അറിയോ? വെയിറ്റ് കൂടുതലുള്ളവര്, ഫാറ്റ് ലിവർ ഉള്ളവര്, പ്രമേഹം ഉള്ളവര്, രക്തക്കൊഴൽ ബ്ലോക്ക് ഉള്ളവര്, തൈറോയിഡിന് ബുദ്ധിമുട്ടുള്ളവര്, ന്യൂട്രസിലങ്ങോട, PCOD പ്രശ്നം, ഇതെല്ലാം ഒരു ഒറ്റ രോഗമാണ്, ഒരൊറ്റ കാരണം കൊണ്ട് വരുന്ന ഇത്രയും രോഗങ്ങളാണ്. അവര് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഏറ്റവും കുറവ് ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണമാണ്. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഏറ്റവും കുറവ് ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് മുട്ട, 0 ഗ്ലൂക്കോസ് ഇല്ല, 0. മീന് 0 ഗ്ലൂക്കോസ് ഇല്ല. ഇറച്ചി 0 ഗ്ലൂക്കോസ് ഇല്ല. പച്ചക്കറികൾ 0. കിഴങ്ങ് വർഗ്ഗങ്ങളല്ല, പച്ചക്കറി. അതറിയാമല്ലേ, ഈ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗമാണ്. അപ്പൊ മണ്ണിന്റെ അടിയിലുള്ളതെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ ബീൻസ്, പയറ്, പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ക്യാരറ്റ്, അമരപ്പയറ്, വേറെന്തൊക്കെയാണ് ഐറ്റംസ് എല്ലാം. അല്ല, ചിലപ്പോ ഒരു പടവലങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, മത്തങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ അല്ല 20%, കുമ്പളങ്ങ 0 ഇല്ല. അതാണ് അതിന്റെ ജ്യൂസ് കുടിക്കാൻ പറയുന്നത്. പപ്പായ അത് നൽകും, ഓൾമോസ്റ്റ് 10 പച്ച പപ്പായ, പഴുത്ത 30-40%. കുക്കുംബർ ഇല്ലേ, 0. കഴിക്കാൻ ഒത്തിരി സാധനമുണ്ട്, നമുക്ക് പിന്നെ ഈ കൂന സാധനം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം ചോറ്, അതായത് നമ്മള് ചിലരൊക്കെ 15 ദിവസം, നമ്മൾ ആദ്യം 15 ദിവസം പറയും, നെഞ്ച നീർക്കെട്ട്, വേദന, ക്ഷീണം എന്നൊക്കെ കുറെ ലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡയറ്റ് പറയും. ഡയറ്റ് പറഞ്ഞു കുറച്ച് മരുന്നും സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കും. എന്നിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ വരും ചിലര്, ഒരു 10% ആൾക്കാർ പറയും, ഡോക്ടറെ 2 ആഴ്ചയായിട്ട് പട്ടിണി. ഞാൻ പറയും, എന്റെ മുഴുവൻ പട്ടിണി എടുക്കാൻ പറഞ്ഞു, രാവിലെ മുട്ടയും നട്ട്സും അതൊന്നും കഴിയുന്നില്ലേ? അതുകൊണ്ട് ഉച്ചയ്ക്ക് മീന്, അവിയലൊക്കെ ഓർഡർ, അങ്ങനത്തെ ഐറ്റംസ് അതെല്ലാം. പിന്നെ രാത്രിയിലെ ബീഫോ ചിക്കനോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും പട്ടിണി പറഞ്ഞേ, ചോറില്ലല്ലോ, ഈ സാധനം ഒന്നും കഴിക്കുന്നില്ല, ചോറ് മാത്രമേ ഉള്ളൂ ഭക്ഷണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്?
നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഒരു തീരുമാനമാണ്. അപ്പൊ ഏറ്റവും കുറവ് ഗ്ലൂക്കോസ് ഉള്ളത് ഇറച്ചി, മീന്, മുട്ട, പച്ചക്കറികള്, ഇലക്കറികള്. ഇലക്കറികൾ നമ്മൾ ഈ അവിയല്, തോരൻ, മെഴുക്കുവരട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മെഴുക്കുവരട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. തോരൻ എന്ന് പറയുന്നത് ഞാൻ ഈ കോഴിക്കോടും മലപ്പുറമൊക്കെ പോയിട്ട് അവരുടെ പറയുമ്പോൾ വാവൽ എന്നാണ് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആണ് സീറോ ഗ്ലൂക്കോസ്. ഇല്ല, പിന്നെ ഗ്ലൂക്കോസ് വളരെ കുറവുള്ളത് പനീർ പറയും, മഷ്റൂംസ് അറിയും, പിന്നെ വെണ്ണ സീറോ ഗ്ലൂക്കോസ്, നെയ്യ് സീറോ ഗ്ലൂക്കോസ്, സോയാബീൻ ഉണ്ട് ഒരു 40%, പക്ഷെ സോയാ ബോൾ ഇല്ല. ഇതൊന്ന് ഓർമ്മ. അപ്പോ ഒന്നുകൂടെ ലിസ്റ്റ് പറയാം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണം പച്ചക്കറികള്, ഇലക്കറികള്, ഇറച്ചി, മീന്, മുട്ട, വെണ്ണ, നെയ്യ്, തൈര്, മോര്, പനീർ, മഷ്റൂംസ്. ചോറ് മാത്രമല്ല. ഇത് നല്ലൊരു ചോദ്യം. രണ്ട് ഒരേ ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇത് നോക്കത്തോടെ ഞാനിപ്പോ ആൻസർ പറയാം. ഞങ്ങളുടെ ചോദിച്ചത് ചോദ്യവും ഇവിടെ ചോദിച്ച ചോദ്യവും നെയ്യും വെണ്ണയും കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ലേ, മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ആൻസർ പറയാം. ഇത് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പശു ഇല്ലേ, പശു പുല്ല് തിന്നുന്ന പശു എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ വണ്ണം വെച്ചിട്ട് അടിച്ച് കൊഴുത്തിരിക്കും. എന്നിട്ട് ഈ പശുവിന്റെ പാലില് നിറച്ചും കൊഴുപ്പ്. ഈ പാലിനാണ് തൈരും വെണ്ണയും നെയ്യും സാധനങ്ങളെല്ലാം എടുക്കുന്നത്. ഈ പശുവിന്റെ ശരീരത്തിൽ മൊത്തം കൊഴുപ്പാണ് അല്ലേ, നിറച്ച് നെയ്യാണ്. മുട്ടയുടെ മഞ്ഞ കഴിച്ചിട്ടുണ്ടോ പശു? മുട്ടയുടെ മഞ്ഞ കഴിച്ച ഏത് പശുവാണുള്ളത്? അതാണല്ലോ നമ്മളെ കഴിച്ച പശു. വെണ്ണയൊക്കെ കഴിച്ച പശു ഉണ്ടോ? ഇല്ല. എന്നിട്ടും കൊഴുപ്പുണ്ടായി. മനസ്സിലായോ? ലിവർ ആണ് കൊഴുപ്പുണ്ടാക്കുന്നത്. നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കൊഴുപ്പ് സപ്ലൈ ചെയ്താൽ ലിവർ അത്രയും കൊഴുപ്പ് കുറവുണ്ടാക്കുന്നത്. ശരീരം നിലനിൽക്കാൻ ബ്രെയിന് കൊഴുപ്പ് വേണം, സെൽസിന് കൊഴുപ്പ് വേണം, ഹോർമോൺ റിലീസ് ചെയ്യാനായിട്ട് കൊഴുപ്പ് വേണം, എല്ലാത്തിനും കൊഴുപ്പ് വേണം. ഇത് ശരീരത്തിൽ സപ്ലൈ ചെയ്തില്ല. എന്നിട്ട് സപ്ലൈ ചെയ്യുന്നതുവാ അരി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ലിവർ ഒത്തിരി ഫാറ്റ് റിലീസ് ചെയ്യണം, കൊളസ്ട്രോൾ ഒത്തിരി ഇറക്കണം. അപ്പൊ ലിവറാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത്? 3 ദോശ കഴിച്ചാൽ 1 ദോശ ശരീരം ഉപയോഗിക്കും, ബാക്കി 2 ദോശ കൊഴുപ്പാകും. എന്തിനാണെന്നറിയോ? രാവിലെ ആണെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉപയോഗിക്കാനാണ്. നമ്മുടെ ശരീരം പണ്ടത്തെ ശരീരം. നമുക്ക് പൈസ ഉള്ള കാര്യം ശരീരത്തിന് അറിയില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടുന്ന കാര്യം ശരീരത്തിന് അറിയില്ല. പണ്ട് എങ്ങനെയാ? 1 ദിവസം കഴിച്ചാ കഴിച്ചു. ഈ പണ്ടല്ല, 100 കൊല്ലം 200 കൊല്ലം പഴക്കമല്ല. മനുഷ്യ ശരീരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് കുറെ കൊല്ലങ്ങളുടെ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമാണ്. 10,000 കൊല്ലമായിട്ടാണ് കൃഷി കണ്ടുപിടിച്ചത്. കൃഷി കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് ഓർമ്മ തിരിക്കാൻ തുടങ്ങി. അതുവരെ വേട്ടയാടി ജീവിച്ച മനുഷ്യരാണ്, ഇറച്ചി മാത്രം തിന്ന് ജീവിച്ചതാണ്. ഇപ്പോഴാണ് നമ്മൾ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പണ്ടില്ല. പണ്ട് തേന്, പഴങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇറച്ചി, മീന്, മുട്ട, ഇതൊക്കെയാണ് ഭക്ഷണം. ഇതാണ് ആക്ച്വൽ ഭക്ഷണം. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എപ്പോഴും തുടങ്ങുന്നല്ലോ, ധാന്യങ്ങൾ വന്നത്, ഗ്രെയിൻസ്. അപ്പോ ആലോചിക്കണം, നമ്മുടെ ശരീരത്തില് ആർക്കെങ്കിലും സംശയമുണ്ട് വെയിറ്റ് കുറയണോ മുട്ട കഴിച്ചാൽ, കൊളസ്ട്രോൾ കുറയണോ മുട്ട കഴിച്ചാൽ മതി. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഇവിടെ 2 മുട്ട കഴിച്ചു അവിടെ പോയിട്ട് 3 ചപ്പാത്തി കൂടെ കെട്ടിയാൽ കൊളസ്ട്രോൾ ഡിഫറൻസ് ആണ് പറയാൻ. നിങ്ങൾ വെണ്ണ കഴിച്ചു നോക്ക്, കൊളസ്ട്രോൾ കൂടുമോ നോക്ക്. നിങ്ങൾ 4 തവി ചോറ് കഴിക്കുന്നതിന് പകരം 1 തവി ചോറിലേക്ക് ആക്കുക. ബീഫ് വേണമെങ്കിൽ 2 തവി എക്സ്ട്രാ എടുക്കും.
ബീഫ് കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന് ചിലർക്ക് സംശയം കാണുമല്ലോ. ഉണ്ട് ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിംഹവും കടുവയൊക്കെ പണ്ടേ അറ്റാക്ക് വന്ന് തട്ടിക്കൊണ്ടിരുന്നു അല്ലേ? ഇത് പച്ചക്ക് ഒരൊറ്റ പച്ചക്കറി കഴിക്കത്തില്ല, പഴങ്ങൾ തുറത്തു പോലുമില്ല, ഇലക്കറിയുടെ ഭാഗത്തേക്ക് നോക്കത്തില്ല. ഇതൊന്നുമില്ലാതെ വെറും ഇറച്ചി മാത്രം തിന്ന് ജീവിക്കുന്ന സിംഹവും കടുവയൊക്കെ മേലിരിക്കും അല്ലേ? ഇതൊന്നും കഴിക്കേണ്ട പശു ഇങ്ങനെയിരിക്കും. കുക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ പശു കുക്ക് ചെയ്തിട്ടാണോ കഴിക്കുന്നത്? പശു ഇലക്കറിയിലല്ലേ കഴിക്കുന്നത്? നോൺ വെജ് ഇലക്കറിയിലല്ലേ കഴിക്കുന്നത്? ആ ഇലക്കറി കഴിച്ചതെങ്കിൽ നിങ്ങൾ കൊണ്ടു വെക്കുന്നത് അത് പറ. അത് എനിക്ക് ഡൗട്ടാണ്. നിങ്ങൾ ചീരയും ഇതൊക്കെ കഴിച്ചേച്ച് ഒന്ന് വണ്ണം വെച്ച് കണ്ടില്ല. ഇതൊന്നും അല്ലല്ലോ മൃഗങ്ങളിൽ നടക്കുന്നത്. ചിമ്പാഞ്ചി ഇല്ലേ, ഫുൾ ടൈം പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കും. എങ്ങനെ ഇരിക്കുന്നത് ഇല്ലേ? സിമ്പിൾ കാര്യമാണ്. അതിന്റെ ആക്ടിവിറ്റീസ് കൂടെ ഹെൽപ്പ് ആവുമല്ലോ. ഇങ്ങനെ walk ചുമ്മാതെ ഈ എന്താ പറയാ, പശു ഓടിച്ചാടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പശു ഓടിച്ചാടുന്നില്ല, ചിമ്പാൻസി എല്ലാം അങ്ങോട്ട് ഓടിച്ചാടി. ഇത് വേണ്ട, സിംഹം എടുക്കാം, തിന്നാൻ വേണ്ടി മാത്രം ഓടുന്ന ഒരു സാധനം. തിന്നിട്ട് വന്ന് കിടക്കും. ഇത്രയും മടി പിടിച്ചൊരു ജീവിയില്ല അല്ലേ? എന്നിട്ട് മെലിഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതാണ് ഫുഡിലെ കാര്യം. നിങ്ങൾ ഓവറായിട്ട് കഴിക്കുന്നു, അനങ്ങാതിരിക്കുന്നു. നിങ്ങൾ കുറച്ച് കഴിക്കുന്നു, കൂടുതൽ അനങ്ങുന്നു. ശരീരത്തിൽ താഴെ കാര്യങ്ങൾ മാറ്റം വരും. കുറച്ച് കഴിക്കുമല്ല കേട്ടോ. ഇപ്പൊ ചേച്ചി ചോദിച്ചൊരു ചോദ്യമില്ലേ, ഇതൊക്കെ കഴിച്ച വയറ് നിറയുമെന്ന് അല്ലേ? അത് ഇമ്പോർട്ടന്റ് ചോദ്യമല്ലേ? ഞാൻ 3 ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ സാമ്പാറോ എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് 11 മണിയാകുമ്പോൾ വിശപ്പാ. എനിക്ക് എന്തെങ്കിലും കഴിക്കണം 11 മണി, അല്ലെങ്കിൽ 12 ആകുമ്പത്തിന് പിടിച്ചിരിക്കാൻ പറ്റില്ല, കഴിക്കണം. പക്ഷെ ഞാൻ 2 മുട്ട, കുറച്ച് ചീസ് അല്ലെങ്കിൽ നട്ട്സ്, ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ചാൽ എനിക്ക് 1 മണി വരെ പയർ പോലെ നിൽക്കും. എനിക്കത് ഡിഫറൻസ് അറിയില്ലായിരുന്നു. ചേട്ടാ, മനുഷ്യനൊക്കെ തിന്നിട്ടാണല്ലോ അത് പിടിച്ചിരിക്കുന്നത്. എന്ത് കഴിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയാണ്. ഷുഗർ പുഷ്പം പോലെ പറയണോ? 1 കപ്പ് ബീഫ് സാലഡ്സ് രാത്രി കഴിച്ചാൽ പുഷ്പം പോലെ ഷുഗർ പറയും. 0 ഗ്ലൂക്കോസ് ഇല്ല. ചുമ്മാ ഇൻസുലിൻ കുത്തേണ്ട ആവശ്യമില്ല. ഫാറ്റ് ഇപ്പൊ ഞാൻ ഏത്തപ്പഴം കഴിക്കുവാണെങ്കിൽ അര ഏത്തപ്പഴം സ്ലൈസ് ചെയ്യും, എന്നിട്ട് നെയ്യിലിട്ട് വാട്ടിയും, എന്നിട്ട് 2 മുട്ട, കുറച്ച് നട്ട്സ്, ബ്ലാക്ക് ടീ. ഇതായിരിക്കും ചിലപ്പോൾ എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ദോശ ആണെങ്കിൽ 1 ദോശ, 2 മുട്ട, നട്ട്സ്, 2 മുട്ട ഗ്യാരണ്ടി ആണ്. ഒരു ശരീരമാകുന്നതനുസരിച്ചാണ്. വലിയ അനക്കമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2 മുട്ട, പക്ഷെ ചോറ് കുറച്ചേക്കും. നിങ്ങൾ ചോറും ദോശയും എഴുതി അപ്പം കുറച്ചേക്ക് മാത്രമേ ഈ 2 മുട്ട വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെ ഇത് ഓക്കെയാണ്. ഞാൻ പറയാം, എന്ത് ഈസി ആയിട്ട് ശരീരവേദന വന്നു തരും, ക്ഷീണം കുറയും, നീർക്കെട്ട് കുറയും. ഈ ഗ്യാസിന്റെ പ്രശ്നം നിസ്സാരമുണ്ട്. ഇപ്പൊ നമുക്ക് ഹാർട്ടിന്റെ കാര്യം, സ്റ്റണ്ടിന്റെ കാര്യം, ബ്ലോക്ക്. നമ്മളിപ്പോ സ്റ്റണ്ട് ഇട്ടു എന്ന് വെച്ചു. സ്റ്റണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? നമ്മുടെ ചെറിയ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളില് ചെറിയ ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് തടക്കപ്പൊക്കെ ഉണ്ടാകും, നെഞ്ചുവേദന തുടങ്ങും, വേർക്കും, അങ്ങനെ കരുത്ത് കിടപ്പ്, ഇടത്തെ കൈക്കുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മൾക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട്, നമുക്ക് ബ്ലോക്ക് ശരിയാക്കണം. എങ്ങനെ ശരിയാക്കും? സ്റ്റണ്ട് ഇടും. സ്റ്റണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ പേന ഉണ്ടാകും. അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം എന്താണ് സ്റ്റണ്ട് ഇടുക. ഇതിപ്പോ ഒരു രക്തക്കുഴലാണെന്ന് വെച്ചു. ഇത് രക്തക്കുഴലിനുള്ളിലെ ഒരു ബ്ലോക്കാണ്. ഈ പേന കൊഴുപ്പ് നടന്നു. അന്നേരം എന്തായി? ഈ ചെറിയ തുളയേ ഉള്ളൂ രക്തം പോകാൻ. അപ്പൊ ആ ചെറിയ തുളയിൽ കൂടെ കുറച്ച് രക്തം പോകും. പക്ഷെ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഒത്തിരി രക്തം പോകണം. അന്നേരം പറ്റാത്തതുകൊണ്ട് നെഞ്ചിരി തുന്നത്. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് ആണ് പറയുന്നത്. ഇനി സ്റ്റണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു കാറ്ററ്റർ ഉള്ളിലേക്ക് കയറ്റും, ഈ വെയിനിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ബലൂൺ പോലൊരു സാധനമാണ്, പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബലൂൺ ഇങ്ങനെ വികസിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മെഷ് വല പോലൊരു സാധനമുണ്ട്. വല പോലൊരു സാധനം ഇവിടെ ഇങ്ങനെ വെക്കും.
എന്നിട്ട് ആ ബലൂണിനെ കാറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കും. അപ്പൊ എന്തായി? ഈ വല പോലൊരു സാധനം, ബ്ലോക്ക് ആയിരുന്ന ഒരു സാധനത്തിനെ വികസിപ്പിച്ചിട്ട് രക്തഓട്ടം തുടങ്ങും. ഇതാണ് സ്റ്റണ്ട് ഇടുക. മനസ്സിലായല്ലോ അല്ലെ? ഇത്ര കിട്ടല്ലോ. ആ, അതിന്റെ അർത്ഥം ബ്ലോക്ക് മാറിയതല്ല, ബ്ലോക്ക് അവിടെ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാനത് മനസ്സിലാകുമല്ലോ. ഒരു റോഡ്, ഒരു റോഡ്, ഒരു മരം ഒടിഞ്ഞു വീണു. മരം ഒടിഞ്ഞു വീണപ്പോഴത്തേനും റോഡ് ബ്ലോക്കായി. പക്ഷെ കുറച്ച് വഴിയുണ്ട്. ഈ ചെറിയ വഴി കൂടെ ചെറിയ ചെറിയ ബൈക്കും ചെറിയ വണ്ടികളൊക്കെ പോയി. പക്ഷെ മെയിൻ വണ്ടികൾ പോകുന്നില്ല, ഈ ബ്ലോക്ക് മാറ്റാതെ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് കത്തിയും കോടാലിയും ഒക്കെ പിടിച്ചോണ്ട് വെട്ടി മാറ്റി സൈഡിലേക്ക് മാറ്റിയിടും. അപ്പൊ വണ്ടി പോകാൻ തുടങ്ങി അല്ലെ? എന്നിട്ട് ഈ വണ്ടിക്കാര് കുറച്ച് കോടാലിയും കത്തിയും ഒക്കെ വണ്ടി വെച്ചേക്കും. എന്തിനാ? അടുത്തത് വീഴുമ്പോ വെട്ടാൻ. അപ്പൊ സ്റ്റഡ് ഇട്ടവരെന്ത് ചെയ്യും? ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ ഒരു ഗുളിക, കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കാൻ ഒരു ഗുളിക, BP ഇതൊക്കെ അകത്ത് കയറിയിരിക്കുന്ന BP കൂടാതിരിക്കാൻ വേറൊരു ഗുളിക. ഇതൊക്കെ തന്നേച്ചെന്ത് ചെയ്യും? സൂക്ഷിച്ചോ, ഒരെണ്ണം ആക്കിയതേ ഉള്ളൂ, പക്ഷെ ഇത് ആഴ്ചക്കാലം കൊണ്ട് എടുക്കണം. എന്തിനാ? നേരത്തെ പറഞ്ഞ വണ്ടിക്കകത്ത് കത്തി കോടാലും വെച്ചേക്കാം. എന്തിനാണെന്നറിയോ? അടുത്തത് വീഴുമ്പോ വെട്ടാൻ. എന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് എടുത്ത ആൾക്കാർക്ക് മിനിമം 5 സ്റ്റണ്ടെങ്കിൽ ഇടേണ്ടി വരും. കാരണം അടുത്ത ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനല്ല ചെയ്യുന്നേ. എന്ന് വെച്ചാ ഒരു മരം വീണു, അടുത്ത മരം വീഴാതിരിക്കാനുള്ള വഴികളൊന്നും ചെയ്തിട്ടില്ല. വഴികൾ ആ സ്ഥലത്തെ പ്രശ്നം കൊണ്ട് മരങ്ങൾ വീണോണ്ടിരിക്കും. ആ സ്റ്റണ്ട് ഇട്ടു എന്ന് പറഞ്ഞ ഉടനെ എന്റെ ഹാർട്ട് സേഫ് അല്ല. നോക്കിക്കോ, സ്റ്റണ്ട് ഇടുന്ന ആൾക്കാരിന് മിനിമം 6 മാസം, മാക്സിമം 2 കൊല്ലം കൊണ്ട് 2-3 ബ്ലോക്ക് ഉണ്ട്. അതിന്റെ കാരണം പറയാം. അതിനെന്താ ചെയ്യുന്നത്? ഉണ്ടാകാനുള്ള കാരണം മാറ്റിപ്പിടിക്കണം. അരി, അതായത് ഇത് ഉണ്ടായത് എങ്ങനെ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള സാധനമാണ്. അതാണ് ഈ അരി. സ്വാഭാവികമായിട്ടും കുറയ്ക്കാതെ രണ്ടാമത്തെ ബ്ലോക്ക് 100% വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ പേടി വെണ്ണയും നെയ്യും ഇറച്ചിയും കഴിച്ചാണോ പ്രശ്നം? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ശരീരത്തില് 1000 മില്ലിഗ്രാം കൊഴുപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 200 മില്ലിഗ്രാം കൊഴുപ്പാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 800 മില്ലിഗ്രാം ലിവർ ഉണ്ടാക്കും. ലിവർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 500 മില്ലിഗ്രാം സപ്ലൈ ചെയ്താൽ 500 മില്ലിഗ്രാമേ ലിവർ ഉണ്ടാക്കത്തുള്ളൂ. നിങ്ങൾ 800 മില്ലിഗ്രാം സപ്ലൈ ചെയ്താൽ 200 മില്ലിഗ്രാം ഉണ്ടാകും. നിങ്ങൾ 1000 മില്ലിഗ്രാം സപ്ലൈ ചെയ്താൽ ലിവർ ഉണ്ടാക്കത്തില്ല. ലിവറിന്റെ ആവശ്യം കൊഴുപ്പ് വേണമെന്നുള്ളതാണ്. ഇനി നിങ്ങൾ 1200 മില്ലിഗ്രാം സപ്ലൈ ചെയ്താൽ അത് മോശം തുടങ്ങും. അപ്പൊ എന്താ വേണ്ടേ? ഭക്ഷണത്തിന്റെ കൊഴുപ്പാണ് ശരീരത്തിൽ വേണ്ടത്. വറുത്ത് കോരി എടുക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ ബീഫ് എണ്ണയിൽ മുക്കി വറുത്താലാ പ്രശ്നം. നിങ്ങൾ കുക്കറിൽ വെച്ച് വേവിച്ച് കറി വെച്ച് ഒലത്തി എടുത്ത് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. വെജിറ്റേറിയൻസിന് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ഒന്നുമില്ല. പനീർ, മഷ്റൂംസ്, കടല, ചെറുപയർ, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ വീണ്ടും പറയാം, നമ്മുടെ വിശ്വാസം ശരീരമായിട്ട് യാതൊരു ബന്ധവും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ജനിച്ച കുടുംബത്തിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാം. ചില വിശ്വാസത്തിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ചില ഭക്ഷണം വേണ്ടെന്ന് വെക്കാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡായിട്ട് ഇറച്ചികൾ ജനിക്കുന്നത് എന്നറിയോ? ചിക്കൻ ഓക്കെ, പന്നി. ആർക്കെങ്കിലും മലബന്ധം ഉണ്ടെന്ന് വെച്ചു, പന്നിയാസ് ചോദിച്ചാൽ ഫാറ്റ് ബോഡി കയറിയ മോഷൻ ചെയ്തോ. സിമ്പിൾ കാര്യം. ഇനിയും ബ്ലോക്ക് ഉള്ളവരും ഹാർട്ടിന് പേടിയുള്ളവരൊക്കെ പന്നി കഴിച്ചു. അത് പലരും പറയാറ്, ഡോക്ടർ ഞങ്ങളുടെ അവിടെ വന്നു പോയതിനു ശേഷം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാ തവണ എന്റെ ഭാര്യയോട് പറയും എനിക്ക് പന്നിയിറച്ചി തരാമോ. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടർ ഒന്ന് പറഞ്ഞു പോയതിനു ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും മാറ്റി വെക്കണ്ട, എല്ലാം കഴിക്കാം. ശരി, അളവ്. വെജിറ്റേറിയൻ ഡയറ്റിനകത്ത് ഡോക്ടർ മനോജ് ജോൺസൺ .com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഡീടോക്സ് ഡയറ്റ്, ലോ കാർബ് ഡയറ്റ്, ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, വെജിറ്റേറിയൻ ഡയറ്റ്, വെൽനസ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതിനകത്ത് വെജിറ്റേറിയൻ ഡയറ്റ് ആണ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സാധനം കിട്ടും. എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഒരു പരിധി കൂടുതൽ വെജിറ്റേറിയൻ വർക്കൗട്ട് ആണ്. പക്ഷെ ഞാൻ ഡൽഹിയിൽ ഇട്ടപ്പോൾ അവിടെ വെജിറ്റേറിയൻ വേണ്ടേ,
ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ ഡയറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന ഭക്ഷണം മോശമൊന്നുമില്ല, എല്ലാ ഭക്ഷണം കഴിക്കും. 8 to 6 നമുക്കൊരു പരിപ്പൂടെ കഴിക്കാൻ തോന്നി കഴിക്കും, പക്ഷെ ഒന്നിൽ ഒതുക്കണം. നമുക്കൊരു കേക്ക് കഴിക്കാൻ തോന്നി കഴിക്കും, പക്ഷെ കേക്ക് ആരെങ്കിലും ഒതുക്കണം. നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ ഒരു കേക്ക് എടുത്ത് വെച്ചാൽ അടുത്ത കേക്ക് കിട്ടുമെന്ന് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ പണി കിട്ടും. ഒരു ലഡ് കഴിച്ചാൽ അര ലഡ് കഴിച്ചു അതാ. അപ്പൊ അങ്ങനെ വരുമ്പം കിഡ്നിയുടെ ഫിൽട്രേഷൻ ആണ് പ്രശ്നം. ഇതില് കിഡ്നിക്ക് എവിടെയാ പണി കിട്ടുന്നത് അറിയാമോ? നമ്മൾ പൊതുവെ നോക്കുമ്പോൾ പ്രോട്ടീനാണ് പ്രശ്നം പറയുന്നത്, പക്ഷെ കിഡ്നിക്ക് പണി കിട്ടുന്ന പ്രോട്ടീൻ അല്ല, ഗ്ലൂക്കോസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഒരെണ്ണം കൂടെ ചേർത്തോണേ. ഞാൻ പറഞ്ഞില്ലേ ഫാറ്റി ലിവർ, പ്രമേഹം, ബ്ലോക്ക് ഒക്കെ പറഞ്ഞില്ലേ, ഇതിനകത്ത് വരുന്നൊരു സാധനമാണ് കിഡ്നി പ്രശ്നം. അതെങ്ങനെയാന്ന് പറയുന്നത്, കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും ഇതിനകത്ത് തുരുമ്പ് പിടിക്കും, ഇത് തുള വീഴും. എന്നിട്ട് ഈ അരിപ്പ വെച്ചുകൊണ്ട് നമ്മൾ മണലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കല്ലും മണ്ണും താഴോട്ട് പോകും, മണലും കല്ലും മണ്ണും താഴോട്ട് പോകും. ഇതാണ് കിഡ്നി ഡിസീസ് എന്ന് വെച്ചാൽ ഈ കല്ലും മണ്ണ് എന്ന് പറയുന്നത് പ്രോട്ടീൻ മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ഈ വല എന്ന് പറയുന്നത് കിഡ്നികളിലെ ഒരു നെഫ്രോൺസ് എന്ന് പറയും, അതാണ് വല പോലെ ഫിൽട്ടർ ചെയ്യുന്ന സാധനം. ഗ്ലൂക്കോസ് കൂടുതലുള്ള ശരീരത്തിൽ, അതായത് മോയ്സ്ചർ മഴവെള്ളവും നനവും കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ആ വലയ്ക്ക് തുരുമ്പ് പിടിച്ച് ഡാമേജ് വരും. അതേപോലെ ഷുഗർ ഹൈ ആയിട്ട് കിടക്കുന്ന ശരീരത്തില് ആദ്യം ഡാമേജ് വരുന്ന സ്ഥലം കിഡ്നിയാണ്. അപ്പൊ ഈ വലയിൽ തുള വീഴും. അന്നേരം നമ്മൾ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ആ പ്രോട്ടീൻ അതേപോലെ കൊടുത്തരും. ഇതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്ലൂക്കോസ് കുറയ്ക്കണം. പിന്നെ ആർക്കെങ്കിലും ക്രിയാറ്റിൻ ലെവൽ കൂടുകയോ കാലിന് നീര് വെക്കുകയോ വിശപ്പ് കുറയുകയോ ക്ഷീണം വരുകയോ ചെയ്താൽ പിന്നെ ഡോക്ടറെ കണ്ടാൽ മതി. നീര് KFT എന്ന് പറയുന്ന ഒരു സിറപ്പ് ഉണ്ട്, അത് ഫിൽട്രേഷൻ കൂട്ടാനുള്ള സാധനമാണ്. കാലിന് നീരൊക്കെ നന്നായിട്ട് കുറയും. നീര് KFT, നീര് NEERI KFT, അതാണ് കേട്ടോ, നല്ല സാധനം. അതാണ് ഈ ആരെ നോക്കണം, ഇവർക്ക് BP വല്ലാതെ കൂടുന്നുണ്ട്, 2-3 ഗുളികയൊക്കെ എടുക്കേണ്ടി വരും പിന്നെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ കൺട്രോൾ, ഇതിനൊക്കെ നമ്മള് BP കൊടുക്കും, വീണ്ടും BP മരുന്ന് എടുത്തുകൊണ്ടേയിരിക്കും, കുറയത്തില്ല. ഒരു ഗുളിക ഇട്ടും മാറുന്നില്ല, മൂന്നാമത് ഗുളിക ഇട്ടുകൊണ്ടിരിക്കും. കിഡ്നിയാണ് ഈ ഫിൽട്രേഷൻ BP കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സിമ്പിൾ കാര്യം, ഗ്ലൂക്കോസ് കണ്ടന്റ് കുറയ്ക്കണം. ഞാൻ ഈ പറഞ്ഞ സിറപ്പ് കറക്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ ഓവർ ആയിട്ടുള്ള പ്രോട്ടീന് തൽക്കാലം എടുക്കാതിരിക്കും, അതായത് നോൺ വെജ് ഐറ്റംസ്, പയറുപരിപ്പ് പറഞ്ഞത്, ഇതിത്രയാണ് ഹൈ ഡോസ് പ്രോട്ടീൻസ് വരുന്നത്. ഇതിന്റെ അളവ് കുറയ്ക്കണം, എന്നാൽ മാത്രമേ യൂറിനിലൂടെ പദം പോകാതിരിക്കത്തുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കേണ്ടതാണ്. ഡയറ്റ് ചാർട്ട് അത് ഇങ്ങനെ പറയുന്നൊരു സാധനമല്ല, നമ്മൾ ഒരുപാട് കണ്ടീഷൻ നോക്കിയാണല്ലോ. പക്ഷെ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണം ആവത്തില്ല. ചില ആൾക്കാർക്ക് ഇപ്പം വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ രീതിയായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഭാര്യയുടെ രോഗാവസ്ഥയും ഭർത്താവിന്റെ രോഗാവസ്ഥയും രണ്ടായിരിക്കും. കിഡ്നി ബുദ്ധിമുട്ടും ഷുഗറും ഉള്ള ആളുകളിൽ പ്രോട്ടീൻ കുറച്ചേ പറ്റും, ഗ്ലൂക്കോസ് കുറച്ചേ പറ്റും. അതിന് ഭക്ഷണം നന്നായിട്ട് കുറയ്ക്കണം, ഫിൽട്രേഷൻ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെടുക്കുന്ന മെഡിസിൻ എടുത്തുകൊണ്ട് ഫിൽട്രേഷൻ ഇത് ചെയ്ത് നോർമലായിട്ടുള്ള എല്ലാ ഭക്ഷണം കഴിക്കാം, അളവ് കുറച്ച് കുറയ്ക്കണം. ഈ ഷുഗർകാരുടെ ഒരു പ്രത്യേക ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അവർ ഭക്ഷണം പറയുന്നതിന് പരവേശം കൂടുതൽ പറയും. അത് ഈ ഇൻസുലിൻ എടുക്കുന്നവർക്കാണ് ഷുഗർ പെട്ടെന്ന് പറയുന്നത്. ഗുളിക എടുക്കുന്നവരുണ്ട്, ഈ ഗുളിക എടുക്കുന്നവരുടെ സ്ലോ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവർ ഗുളിക എടുക്കുന്നതിന്റെ ബേസിൽ ഭക്ഷണം കഴിക്കും. ഞാൻ ബുദ്ധി അതിന്റെ പേരിൽ നമ്മൾ എടുക്കുന്നു. അപ്പൊ എന്നാ, നമ്മുടെ ഭക്ഷണം കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചേ മരുന്നിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ സ്ഥിരം ഒറ്റ ട്രാക്കിൽ മരുന്നെടുക്കും, ഭക്ഷണത്തെ വേദിച്ച് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പറയുമ്പോഴത്തേനും നമ്മൾ ഡൗൺ ആവും. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ആക്ടിവിറ്റി കൂടുതലുണ്ട്. എനിക്ക് അന്നത്തെ ദിവസം വലിയതായിട്ട് ഒന്നുമില്ല, ഓക്കെ എനിക്ക് വലിയ വിശപ്പില്ല, അതുകൊണ്ട് ഒരു ഓംലെറ്റ് മാത്രം കഴിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ 20 മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 5 മിനിറ്റ് വരും. ഇൻസുലിൻ ഹോർമോണ് ആ ശരീരത്തിൽ ഓവറായിട്ട് പ്രൊഡക്ഷൻ നടക്കും.
അപ്പൊ ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ ആ ഗ്ലൂക്കോസ് എത്രയും പെട്ടെന്ന് കോശങ്ങളിൽ എത്തിക്കുവോ മൂത്രമൊഴിച്ച് കളയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ നോക്കുമ്പോൾ കോശങ്ങൾക്ക് പട്ടിണിയാണ്, ബ്ലഡിൽ കാണത്തില്ല. അപ്പൊ വീണ്ടും വീണ്ടും പരിവേശവും ക്ഷീണവും ഷുഗർ ഡൗൺ ആകും കാണിക്കും. ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഫുഡ് കഴിച്ചു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഷുഗർ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നോർമലാണ്, കുഴപ്പമില്ല. ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ കയറുമ്പോ ഇൻസുലിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ആവും. എന്നിട്ട് പെട്ടെന്ന് ഈ ഗ്ലൂക്കോസിനെ കുറയ്ക്കും. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതല്ല വിഷയം, ഗ്ലൂക്കോസ് കഴിക്കുന്ന വിഷയം. അവർക്ക് ഇറച്ചിയും മീനും പച്ചക്കറിയൊന്നും കുഴപ്പമില്ല, അവർക്ക് അരിയും ഗോതമ്പോ. ഇത് മാറ്റിട്ട് അത് പിടിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല കോട്ടയം മലയാളം, നല്ല നല്ല മലയാളം ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് ചെയ്തു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്.